വെയിലുകൊള്ളാതെ പാലു നക്കി നക്കി കുടിച്ചവൻ വലുതായി. കഞ്ഞിടെ മുന്നേറും വരെ കെട്ടിരിക്കാൻ വേണ്ടി ഒരു പാട്ടുപാടി എന്നെയുന്നു ആളോരേ. മഴ നനയാതെ കൊള്ളും വെയിലുകൊള്ളാതെ പാലു നക്കി നക്കി കുടിച്ചവൻ വലുതായി. കഞ്ഞിടെ മുന്നേറും വരെ കെട്ടിരിക്കാൻ വേണ്ടി ഒരു പാട്ടുപാടി എന്നെയുന്നു ആളോരേ. അമ്മണി, നമ്മുടെ കുഞ്ഞൻ ചിരിക്കുന്നത് കണ്ട അവന്റെ വിഷം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോരുന്നുണ്ടമ്മേ. ഉരുണ്ടൊന്ന് നടക്കാതൊന്ന് വേഗം ചെല്ലടി. രണ്ടെണ്ണം കൂടെ മേടിച്ച് പിടിപ്പിക്കും. തലയിലും കേട്ടില്ല കോപ്പുണ്ടാക്കി വെച്ചേക്കാം. വൃത്തിയാക്കി നീ ആ ചൂലെടുത്തോണ്ട് പോവാ. അവന് ചൂലുമായിട്ട് വരുമ്പോ ഇടവൻ കരിയും. ഇവിടെ കിടന്നോ, ഇവിടെ ഒട്ടും ചോർത്തില്ല. എത്ര വേണോ പെയ്തോട്ടെ, കാറ്റടിക്കാതിരുന്നാ മതിയായിരുന്നു. ആ വടക്ക് വശത്ത് നിൽക്കുന്ന തെങ്ങാ എനിക്ക് പേടി. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. തെങ്ങ് ഒടിഞ്ഞ് നിന്റെ മുഖത്ത് വീണാ തെങ്ങ് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. എന്നെ കൊണ്ട് പറയരുത്, ഞാൻ പറഞ്ഞേക്കാം. നീ അവിടെ കിടന്ന് തൊള്ള കൊടുക്കാതെ ചെറുക്കൻ അവിടെ കിടന്ന് നോട്ടെ. നീ ഇങ്ങോട്ട് പോയി ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കാറി. അച്ഛനും അമ്മയും ഇവിടെ വന്നിരുന്നു. വേണ്ട, മക്കൾ കിടന്നു. അച്ഛനും അമ്മയ്ക്കും ഇത് ശീലമാണ്. എന്തൊരു മഴയാണോ. അമ്മണിയെ, നീ ചേർന്ന് നിൽക്കടി. ഇവിടെ ഇങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ. നീ അപ്പുറത്തെ പാപ്പച്ചന്റെ കൂടെ അല്ലോ നിൽക്കണം, എന്റെ കൂടെ അല്ലേ നിൽക്കണം. ഇങ്ങോട്ട് ചേർന്ന് നിൽക്കടി. തണുക്കുന്നുണ്ടോ? തണുക്കുന്നില്ല. ഇങ്ങനെ കടവപ്പാതിക്ക് ചേർന്ന് നിന്നതാ ആ കിടന്നുറങ്ങുന്നത്. ഇതൊന്നും പതുക്കെ പറയണി, ചെറുക്കാൻ കേൾക്കും. പിന്നല്ലാതെ ഇപ്പൊ വലിയ അഭിമാനം. ഞാനും എന്റെ മൂത്ത മോളെ പറ്റത് ഒറ്റ ദിവസമാ. അതിനെന്താണ് കുഴപ്പം? അമ്മാവന് വണ്ടരക്കാരനും ഒരേ പ്രായമല്ലേ? അത് കുടുംബത്തിന്റെ അന്തസ്സല്ലേ? ഇതുപോലെ അന്തസ്സോടെ ജീവിക്കുന്ന വേറെ ആരുണ്ട് ഈ നാട്ടില്? ഞാൻ പിന്നെ പറഞ്ഞ കൂടി പോകട്ടോ. മതിയാണോ? അമ്മണി, ഇക്കൊല്ലം ഇടവൻ കനക്കുമെന്ന് തോന്നുന്നു. നാളെ ആ മൂസാന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഓല വാങ്ങണം. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞന്റെ പുസ്തകമൊക്കെ നനഞ്ഞു പോകും. നാളെ മാഷാവേണ്ട ചെറുക്കനാ. മൂസാൻ തരുമോ? ഞാൻ ചോദിച്ചാൽ മൂസാൻ തരും, ഉറപ്പായിട്ടും തരും. മൂസാന് കൊടുക്കാന്ന് പറഞ്ഞ മാവാ വീണത്. എങ്കി ഓല കിട്ടിയത് തന്നെ. അമ്മിനിയെ, ചെറുക്കനിറങ്ങി. അയ്യോ, അതിനല്ല, ഞാൻ പല്ല് കൊഴിഞ്ഞ സിംഹല്ലേ. അമ്മണി, നമ്മുടെ കുഞ്ഞൻ രക്ഷപ്പെടും. അവൻ വലിയ നിലയിലെത്തുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നാളേക്ക് 40 തൊട്ടോ എനിക്ക് ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ദൈവമേ,
ശിരസ്സും കുളിരാൻ തുടങ്ങുമ്പോൾ ദരിദ്രന്റെ നിറകയിൽ തളിരിടുന്ന കുഞ്ഞു കുഞ്ഞു കിനാക്കളുണ്ട്. ഒരു കുഞ്ഞു വീട്, കഞ്ഞി പറ്റാത്ത മംഗലം, കനലണയാ തടുപ്പുകൾ, ഉടുതുണിക്ക് മറുതുണി, കിടന്നുറങ്ങാൻ കീറാത്ത പായ, വക്കുപൊട്ടാത്ത പാത്രങ്ങൾ, വാക്കുകൊണ്ട് കലഹിക്കാത്ത കുടുംബം. ഇത്രയൊക്കെ അന്നുള്ളവർ കൊതിച്ചിട്ടുണ്ട്. അതും തിമിർത്തു പെയ്യുന്ന മിഥുനമഴയിലെ മലവെള്ളപ്പാച്ചലിൽ നേരോടെ കുത്തിയൊലിച്ചു പോകും. അതുപോലെ തങ്ങൾ കണ്ട കുഞ്ഞു കുഞ്ഞു കിനാക്കൾ പോലും കണ്ടനുഭവിക്കാൻ കഴിയാതെ ദുർഘടം പിടിച്ചേതോ കർക്കിടകത്തിൽ എന്റെ അച്ഛനങ്ങ് പോയി. അച്ഛന്റെ മരണശേഷം അമ്മ മിണ്ടിയിട്ടില്ല, മോനെ എന്ന് വിളിച്ചിട്ടില്ല. എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചതുപോലെ അമ്മയും പോയി. പാവം എന്റെ അച്ഛനും അമ്മയും ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാതെയാ അവര് പോരട്ടെ, പോന്നോട്ടെ, അവിഞ്ഞ സെന്റിമെന്റ്സ് വന്നോട്ടെ. എന്റെ ഡാഡി ഈ നാടകം പോലെ നീട്ടി വിളിക്കാതെ ന്യൂജൻ സിനിമ പോലെ പറ. എന്റെ അച്ഛനും അമ്മയും വലിയ ഇഷ്ടാണ്, അത്രേ വേണ്ടു. കാര്യം എല്ലാവർക്കും മനസ്സിലായി. അല്ലാതെ അവര് 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 മരിച്ചുപോയേ, ഞാൻ സഹിക്കും. ഈ നാളിലെ വരുത്തുന്ന ഞാൻ സഹിക്കും. മമ്മി എന്റെ കുട്ടിക്കാലത്ത് പട്ടിണി കിടന്ന് എന്റെ ജീവൻ അറ്റുപോകാതിരിക്കാൻ അരവയറ് മുറുക്കി പട്ടിണി കിടന്ന് എന്നെ വളർത്തിയ എന്റെ അച്ഛനും അമ്മയെയും കുറിച്ചാ ഞാൻ പറഞ്ഞേ. അവരെ കുറിച്ച് ഓർക്കുമ്പോ ഇന്നും എന്റെ കണ്ണു നിറയും. ഒന്നുമല്ലാതെ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഞാൻ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടിയതേ ദാരിദ്ര്യം പിടിച്ച ആ കാലത്തോടുള്ള വാശിയില. അറിയോ നിനക്ക്? അച്ഛോ, മോനൊരു തമാശ പറഞ്ഞല്ലേ? ഇതാണോ തമാശ? ഒരാൾ മരിച്ചുപോയ തന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർത്ത് കരയുമ്പോ പരിഹസിക്കുന്നതാണോ മര്യാദ? ഈ ചെറിയ കാര്യത്തിൽ നീ ഇങ്ങനെ ബി.പി കൂട്ടണോ? എനിക്കിത് ചെറിയ കാര്യമല്ല. ഇതാണ് അശോകിന്റെ കുഴപ്പം. രണ്ടെണ്ണം അകത്തിയല്ല, നിസ്സാര കാര്യം മതി ഒരു ക്രിയേറ്റ് ചെയ്യാൻ. ഡാഡി ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് ആർക്കും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. വിനീതയെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയായിരിക്കും വിനീതയുടെ അച്ഛനും അമ്മയും വളർത്തിയത്. നമ്മുടെ മോനും വളർന്നത് അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ അങ്ങനല്ല. ആ കാലത്തെ മറക്കശോകെ നീ ഇന്നലെയും മെനിഞ്ഞാന്നുമായി എത്ര ഗ്രാൻഡ് ആയിട്ടാണ് നീ നമ്മുടെ ഹൗസ് വാമിംഗ് നടത്തിയത്. വിഐപികളും സെലിബ്രിറ്റികളും അടക്കം 5000-ലധികം ആൾക്കാരല്ലേ നമ്മുടെ വീട് കാണാൻ വന്നത്. ഇതുപോലൊരു ഇവന്റ് ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്നാ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത്. അത് കേട്ടപ്പോ എന്റെ ഡാഡിയോട് എനിക്ക് എത്ര അഭിമാനം തോന്നുന്നു അറിയുമോ? ഇത് കൂടെ പിടിപ്പിക്കും. നമുക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇതിലേക്ക് മാത്രമാണ് ഞാൻ സ്വപ്നം കണ്ടതുപോലെ ഒരു വീടുണ്ടാക്കിയതിന് ഞാൻ തരുന്ന സ്നേഹ സ്വാതന്ത്ര്യമാണിത്. ഇന്നൊരു ദിവസം നീ കുടിച്ച് തലകുത്തി മറിഞ്ഞാൽ ഞാൻ ഒന്നും പറയില്ല. പിടി. നമ്മുടെ വീടിന്റെ പാല് കാച്ച് ഗംഭീരായി. പക്ഷേ ഒരു 100-500 പേർക്കുള്ള ഭക്ഷണം കുടിച്ചു മൂടിയപ്പോ ഒരിക്കലും വയറ് നിറയെ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറാതെ മരിച്ചുപോയ അച്ഛനും അമ്മയെയും കുറിച്ച് ഓർത്തുപോയി. അവരിപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അല്ലാതെ ഞാൻ കൊതിച്ചു. അവരീ വീടൊന്ന് കണ്ടിരുന്നെങ്കിൽ, വിശപ്പടക്കി ഈ വീടിനുള്ളിൽ കിടന്നുറങ്ങിയിരുന്നെങ്കിൽ. ദൈവമേ, ഇതൊന്നും കാണാൻ പോലും അവർക്ക് പറ്റിയില്ലല്ലോ. അശോകിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ അവരെ പൊന്നുപോലെ നോക്കിയില്ലേ. എന്റെ അച്ഛനെയും അമ്മയും പോലെ. അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു കമ്പനി ആവുമായിരുന്നു. വിനീത മോനെ, അടുത്തു. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോടാ? മമ്മി ഡാഡി പോയി. ചുമ്മാ വട്ട് പറയാതെ ഇതിൽ നോക്കി, ഇതിൽ
മരിച്ചുപോയ എന്റെ അമ്മയുടെ നല്ലൊരു ഫോട്ടോ ഏതാണെന്ന് നോക്കി ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാനാ. അശോകിന്റെ അച്ഛന്റെ അമ്മയുടെയും ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ലല്ലോ. ഫോട്ടോ വേണം, എനിക്ക് അവരെ ജീവനോടെ വേണം. മമ്മി ഇത് പിടിവിട്ട കേസാ. അശോക് വന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നെനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് എന്റെ മരിച്ചുപോയ അച്ഛനും അമ്മയെയും തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ ചിലവാക്കും. മമ്മി എനിക്ക് വിശക്കുന്നു. നീ വാ. അപ്പോ ഇന്നിനി ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഡാഡി ഗുഡ് നൈറ്റ്. ഞാനിത് മദ്യത്തിന്റെ ലഹരിയിൽ പറഞ്ഞതല്ല. നേരത്തെ മരിച്ചുപോയെങ്കിലും എന്റെ അച്ഛനും അമ്മയും എനിക്കിപ്പോഴും ഒരു ലഹരി തന്നെ. നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവുമ്പോ നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആരും ചിന്തിക്കില്ലേ? പ്രത്യേകിച്ച് ദുരന്തങ്ങൾ മാത്രം പേറി മണ്ണോട് മണ്ണടിഞ്ഞു പോയ നമ്മുടെ അച്ഛനും അമ്മയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഏതും മക്കളാ ചിന്തിക്കാത്തത്? ചിന്തിക്കാത്തവരും ഞാനിത് പറയുമ്പോ ചിന്തിച്ചു തുടങ്ങും. വാലികാറ്റിന്റെ ക്ഷണക്കത്ത. ഈ ക്ഷണക്കത്തിൽ ഞാൻ ആദ്യം എഴുതിയ പേര് നല്ല വീട്ടിൽ കിടന്നുറങ്ങാൻ ഭാഗ്യമില്ലാതെ പോയ എന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരാ. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെ നമ്മൾ ചിന്തിക്കില്ലേ? മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും ക്ഷണക്കത്ത് എഴുതി വെച്ച ഈ മകന് മരണഭ്രാന്താണെന്ന് പറഞ്ഞു പരിഹസിച്ചോ? ദൈവമേ, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ഞാൻ ഉണ്ടാക്കിയ എന്റെ ഈ വീട്ടിലേക്ക് എന്റെ അച്ഛനും അമ്മയും ഒന്ന് തിരിച്ചു തരുവോ? അധിക ദിവസമൊന്നും വേണ്ട, 2 ദിവസം. അത് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോയിക്കോ. 2 ദിവസം, 2 ദിവസം പ്ലീസ്, 2 ദിവസം. അമ്പലപ്പുഴ സാരഥി അവതരിപ്പിക്കുന്നു 2 ദിവസം. നാടകരചന പ്രദീപ് കുമാർ കാവുന്തറ. ചീഫ് കോർഡിനേറ്റർ സജു പാർത്ഥസാരഥി. നാടക സംവിധാനം രാജീവൻ മമ്മിളി. ദൈവമേ, കരുണാമയനായ ദൈവമേ, അങ്ങന്റെ മുമ്പിലൊന്ന് പ്രത്യക്ഷപ്പെടൂ. എനിക്ക് അങ്ങയോട് മാത്രമായിട്ടൊരു കാര്യം പറയാനാ. അത് അങ്ങ് വിചാരിച്ചാലേ നടക്കൂ.
സന്തോഷം വരുമ്പോ സന്തോഷിക്കണം. അപ്പൊ ആവാ അല്ലേ? ആ ആ അതിനിടയ്ക്ക് അപ്രത്യക്ഷനാവല്ലേ? ഇല്ല. ദൈവം ഇത്ര സിമ്പിളാണ്. ഞാനിന്ന് തകർക്കും. ദൈവത്തിന് മുമ്പിൽ പെർഫോം ചെയ്യാൻ ആർക്കും പറ്റും? ഇംഗ്ലീഷ്. ഞാനിതെന്തൊരു മണ്ടന. ദൈവത്തിനറിയാത്ത ഭാഷയുണ്ടോ ദേശമുണ്ടോ? ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ? 1 പോന്നോട്ടെ. 2 കറക്റ്റ്. 3 റെഡി. 4 ഓക്കെ. സമ്മതിച്ചു. എന്റെ ഡാൻസ് കണ്ടിരിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. അപ്പൊ സന്തോഷമായില്ലേ? പറയാനുണ്ടോ? ഞാൻ ഹാപ്പി. എന്ന് ഞാൻ പോയിക്കോട്ടെ? അയ്യോ പോവല്ലേ. ഞാൻ ദൈവത്തെ വിളിച്ചതേ വേറൊരു കാര്യം പറയാൻ. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് അശോകൻ. എന്റെ പേര് അറിയൂ? അശോകൻ പ്രശസ്തനല്ലേ? എങ്ങനെ എനിക്ക് മനസ്സിലായില്ല? 7 തവണ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടും പാസ്സാവാത്ത അസാധാരണ മനുഷ്യനല്ലേ? ദൈവമേ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. അതല്ല, അത് ദൈവത്തിന്റെ ചെവിയിൽ. സാധാരണ എല്ലാവരും ജയിച്ചാ പ്രശസ്തരാകും, ഇത് തോറ്റാ പ്രശസ്തനായത്. ഇനിയും അശോകന്റെ കാര്യങ്ങൾ പറയണോ? വേണ്ട വേണ്ട വേണ്ട. പുറത്തു പറയാൻ കൊള്ളാത്ത ചില അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞ നാട്ടി ചിരിക്കുന്ന നമ്മെ കുറിച്ചെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ചിരിയാ. ദൈവമേ, അങ്ങക്കെല്ലാം അറിയാം. മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയെയും കുറിച്ച് അറിയായിരിക്കുമല്ലോ. അച്ഛൻ അച്യുതൻ. കറക്റ്റ്. അമ്മ അമ്മിണി. അതും കറക്റ്റ്. വീട്ടുപേര്? അത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ട്. പടച്ച തമ്പുരാൻ വിചാരിച്ചാലും നടക്കില്ല. വിക്രം കണ്ടി കുട്ടിപ്പുരയിൽ ഇട്ടിക്കണ്ടി പറഞ്ഞു. എന്ത് ഈസിയായിട്ടാ പറയുന്നത്. അസാധ്യ കഴിവാട്ടാ സാറേ. നമിച്ചു. സോറി. അപ്പൊ ഞാനിത് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പറഞ്ഞോ? അറിയാം. എന്നിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള പരിപാടിയാ. എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്നത് ദൈവത്തോടാ. നമ്മൾ എന്ത് പറഞ്ഞാലും ദൈവത്തിന് കോമഡിയായിട്ടേ തോന്നും. ദൈവമേ, 10ാം ക്ലാസ്സിൽ തോറ്റ് തൊപ്പിയിട്ട് എന്നെ അങ്ങ് പണക്കാരനാക്കി. ഇനി എനിക്ക് ഒരാഗ്രഹം സാധിച്ചു തന്നാ മതി. മരിച്ചുപോയ അച്ഛനെയും അമ്മയും 2 ദിവസം നിനക്ക് വേണം. ദൈവമേ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. അത് നേരാണ്. ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിക്കാതെ മരിച്ചുപോയവരാ. അങ്ങ് തന്ന സൗഭാഗ്യങ്ങളിലേക്ക് എനിക്ക് അവരെ 2 ദിവസം വിട്ടു തന്ന അവരെ സ്നേഹിച്ചും സന്തോഷിപ്പിച്ചും തിരിച്ചു തന്നേക്കാം. 2 ദിവസം അവരെനിക്ക് വിട്ടു തരുമോ? ഇതെന്റെ ഒരു ആഗ്രഹം. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷവും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങ് തന്ന സൗഭാഗ്യങ്ങളൊക്കെ തിരിച്ചെടുത്തോ. 2 ദിവസം അവരെനിക്ക് വിട്ടു തരുമോ? ഇന്ന് വരെ ആരും ചോദിക്കാത്തൊരു വരമാണ് നീ എന്നോട് ആവശ്യപ്പെട്ടത്. എന്റെ ആവശ്യം ഫ്രഷ് അല്ലേ? മേലിൽ ഇത്തരം ഒരു പ്രാർത്ഥനയുമായി ആരും എന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റി തരാം. പക്ഷെ ഒരു കാര്യം, 2 ദിവസം കഴിയുമ്പോ ഞാൻ അവരെ തിരിച്ചു വിളിക്കുന്നു. അവരവിടെ സങ്കടപ്പെടുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്താൽ നിന്നെയും കൂടി ഞാൻ തിരിച്ചു വിളിക്കും. മാത്രമല്ല, നിന്നെ നരകത്തിലേക്ക് അയക്കും. ഇല്ല, ഞാൻ ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തില്ല. ഞാനും ഭാര്യയും മോനും കൂടി അവരെ സ്നേഹിച്ച് 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 കൊല്ലും. മാതാപിതാക്കളുടെ ആണ്ടിന് അവരുടെ കുഴിമാടത്തിൽ മെഴുകുതിരി കത്തിച്ചും ആണ്ടുബലി നടത്തിയും സായുജ്യമടയുന്ന മക്കളിൽ നിന്ന് നീ ഒരു വ്യത്യസ്തനാണ്. നിന്റെ ആഗ്രഹം പോലെ മരിച്ചവർ തിരിച്ചു വന്നാൽ എങ്ങനെയെന്ന് മനുഷ്യരറിയണം. അതുകൊണ്ട് നിന്റെ അച്ഛനമ്മയെ നിന്റെ കൂടെ ഞാൻ വിടാം. അവരെ നീ കണ്ടു. ദൈവമേ, ഇപ്പൊ ഞാനാണോ മരിച്ചത്, ഇവരാണോ മരിച്ചത്? അച്യുതനും അമ്മണിക്കും 2 ദിവസം മകന്റെ കൂടെ ജീവിക്കാം. പോകുമോ? ഭൂമിയിൽ കഷ്ടതകൾ മാത്രം അനുഭവിച്ച നിങ്ങൾക്ക് ഇവിടെ ഞാൻ സ്വർഗമാണ് തന്നത്. മകന്റെ കൂടെ പോകണോ
അതോ ഈ സ്വർഗത്തിൽ ജീവിക്കണം? ഞങ്ങളുടെ കുഞ്ഞന്റെ കൂടെ ജീവിക്കുന്നതാ ഞങ്ങൾക്ക് സ്വർഗത്തേക്കാൾ വലുത്. നല്ലതുപോലെ ആലോചിച്ച് മറുപടി പറയണം. ആലോചിക്കാനൊന്നുമില്ല, അത് വേണം. ശരി, 2 ദിവസം മകന്റെ കൂടെ പോയിക്കോ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. തിരിച്ചു വരുമ്പോ എന്റെ ചോദ്യത്തിന് ശരിയായ ഉത്തരവുമായി വരണം. ഇല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോ രണ്ടാളും നരകത്തിൽ പോവേണ്ടി വരും. ചോദ്യം ഇതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണ്? ജീവിതത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണ്? ശരിയായ ഉത്തരം തന്നില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ നരകത്തിൽ പോകേണ്ടി വരും. അച്ഛാ, അമ്മേ, സമ്മതമാണെന്ന് പറ. സൂപ്പർ കോമഡി ഞാൻ പറഞ്ഞുതരാം. കളി സമ്മതമാണ് എങ്കിൽ പോയിട്ട് വരും. ലോകത്തൊരു മക്കൾക്കും കിട്ടാത്ത ഭാഗ്യമാണ്. അമ്മനിയേ, ഇനി നമ്മളെ കുഞ്ഞിനെ എങ്ങോട്ടും വിട്ടേക്കരുത്. പൊക്കിക്കാടി. ഇത് നമ്മുടെ ചോറിന്റെ കൂരയല്ല, കൊട്ടാരമാണ് കൊട്ടാരം. ഓ, നമ്മുടെ കുഞ്ഞിന് ഇത്രയൊക്കെ ഒപ്പിച്ചെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവൻ എന്റെ മോനല്ലേ? അത് ശരി, ഇപ്പൊ അവൻ നിന്റേത് മാത്രമായോ? അവനെ പെറ്റാ ഞാനല്ലേ? പക്ഷെ വിത്തെന്റേതാ. അല്ലെങ്കിൽ വിളവ് നന്നാകുമ്പോ വിതച്ചവൻ വിയർത്തേന് വിലയുണ്ടാവില്ല. ഇങ്ങോട്ട് നോക്കിയേ, വിത്ത് ഗുണം 10 പിന്നെ എന്തിനാ അറിയിക്കുന്നേ? അങ്ങനെ വഴിക്കുവാ. ഇടിവെട്ടിയോ? ഇല്ല, എനിക്ക് തോന്നിയതായിരിക്കും. പേടിപ്പിക്കൽ മനുഷ്യ. പക്ഷേ നീ ചാണകം മെഴുകി മിനുക്കുന്നതിന്റെ അത്രയും പോരാ. അതെന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞല്ലേ. ഇത് കുഞ്ഞൻ കപ്പുസരിക്കാൻ പാടുന്ന
പാട്ടല്ലേ? ആ ആ കക്കൂസ് ഇവിടെ ഉണ്ടോ? ദൈവമേ, അവൻ എന്റെ ബാധ പിന്തുടർന്ന. എന്താണ് ഈ തലയിൽ ആളാമസില്ലാത്തവളെ, ഇതെന്താണ് നിനക്ക് അറിയത്തില്ലേ? ഇങ്ങനെ കുന്ത്രാണ്ടം ഞാൻ ആദ്യമായിട്ട് കാണുക. ഇത് നമ്മുടെ മൂസാന്റെ വീട്ടിലുണ്ടായിരുന്നു. മൂസാന്റെ വലുപ്പം പറയാണ്ട് ഇതെന്ത് കുന്ത്രാണ്ടാന്ന് പറ. ഇതാണ് പാട്ട് കേൾക്കണ റേഡിയോ. ആണോ? ആ, മൂസാന്റെ വലുതായിരുന്നു, കുഞ്ഞന്റെ ചെറുതാ. മൂസാന്റെ റേഡിയോ ഒരു തക്കാളിപ്പിന്റെ കപ്പ ഉണ്ടായിരുന്നു. ഇത് ചെറിയ റേഡിയോ. അയ്യോ, ഒന്ന് എന്റെ കയ്യിലോട്ട് വെച്ചെന്നേ. ആ ഇതിങ്ങനെ തിരിക്കണ ഒരു കിടാപ്പുണ്ടായിരുന്നു. ഇതില്ലല്ലോ. അത് തിരിച്ചാലേ വേറെ പാട്ട് കിട്ടൂ. എങ്ങനെ തിരിക്കും? ഇങ്ങനെ തിരിക്കൊന്നും തിരിയില്ല. നോക്കട്ടെ. ഹലോ, ഞാനല്ല, ഞാൻ അതിനകത്ത് ഉണ്ട്. റേഡിയോ ഇങ്ങോട്ട് മാത്രമേ പറയത്തുള്ളൂ. റേഡിയോ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കത്തില്ല. നീ മേടിച്ചു പോയോ? ഹലോ, 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 അച്ഛാ, ഇത് റേഡിയോ അല്ല, ഫോണാ, മൊബൈൽ ഫോൺ. ഇതൊന്നും കാണാനുള്ള ഭാഗ്യം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായില്ലല്ലോ. എങ്ങനെ ഉണ്ടാവാനാ? നീ അതിനു മുമ്പ് ഞങ്ങളെ ഇട്ടിട്ട് പോയില്ലേ? ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി വലിയ വീടും വെച്ച് കല്യാണവും കഴിച്ചു. അത് ശരിയാണോടാ? എന്താ ഇവര് ചോദിച്ചാൽ സമാധാനം പറയാത്തത്? ഇവരുടെ കണക്കില് ഞാനാ മരിച്ചു. അച്ഛാ, അമ്മേ, അശോക് നിങ്ങളെ വിട്ടു പോയതല്ല, നിങ്ങളാണ് അശോക്. തിരുത്താൻ നിൽക്കണ്ടോ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലോ. മോളെ, എന്തോ ഞങ്ങളുടെ മോൻ അശോകൻ. നിന്റെ ആരാ? ഭർത്താവ് എന്ന് വെച്ചാൽ ആരാ? അശോക്. ഈ നിൽക്കുന്ന എന്റെ കെട്ടിയോൻ എനിക്ക് ദൈവത്തെ പോരാ. ഗ്രാമ്പുകളുടെ അഹങ്കാരം. കെട്ടിയോനെ പേര് വിളിക്കരുത്. ഇതൊന്നും പറഞ്ഞു തരാൻ നിനക്ക് അച്ഛനും അമ്മയും ഇല്ലേ? അച്ഛനുണ്ട്, അമ്മയില്ല. അമ്മ എവിടെ പോയി? അമ്മ മരിച്ചു. മരിച്ചു പോയോ? ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോ ചിരിക്കുന്നു. അപ്പൊ അതാണ് കാര്യം. അമ്മണിയെ കെട്ടിയോനെ എന്താ വിളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തേ. മോളെ, എന്റെ ആള്, മോന്റെ അച്ഛൻ, ഇവിടുത്തെ ആള്, അങ്ങനൊക്കെ വേണ്ട വിളിക്കാമോ? ഇനി മുതൽ അങ്ങനെയേ വിളിക്കാവൂ. അശോകത്താന്ന് വിളിച്ചാലും മതി. മുതിർന്നവർ സംസാരിക്കുന്നത് പെരുക്കേണ്ടവരുണ്ട്. കുട്ടികളെ അങ്ങനെ വേണം വളർത്താൻ. മൊത്തം ക്ലാസ് ആണല്ലോ. അതെ, ഞാൻ പോയി ഐസ്ക്രീം അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. നിനക്ക് അച്ഛനും അമ്മയും വലിയ ഇഷ്ടായില്ലേ? പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഞാൻ തന്നെ കിടന്ന് ജീവനെ മുന്നിൽ കിട്ടിയ സന്തോഷത്തിലാ മോൻ. കുഞ്ഞാ, നീ വന്ന്. ഇവൻ നിന്റെ മോനാന്നല്ലേ പറഞ്ഞത്? അതെ. അമ്മണിയെ ഓ, ചെറുക്കനെ കണ്ടാൽ അച്ഛനേക്കാൾ പ്രായം തോന്നത്തില്ലേ? ശരിയാ. ഇവരെവിടുന്നാ റേഷൻ? എന്റെ മോന് എന്റെ അമ്മയുടെ തടിയാ കിട്ടി. അത് ശരിയുണ്ട്. പക്ഷേ ഈ തൊണ്ട് കരിഞ്ഞ പോലത്തെ നിറം എവിടുന്നാ കിട്ടിയത്? നീ വേണ്ട ഐസ്ക്രീം എടുത്ത് ചെല്ലി തെറ്റി. വണ്ടർഫുൾ ജോബ്. ഇവനെ കണ്ടാൽ നിന്റെ മോനാന്ന് പറയത്തില്ല. പിന്നെ ആരുടെ മോനാ? അത് നിനക്കല്ലേ അറിയത്തുള്ളൂ. എന്തൊക്കെ പറയണം? ഞാൻ ഒരു സംശയിച്ച സത്യം ചോദിക്കുന്നത്. അശോകേ, വീട്ടിൽ പേര് വിളിക്കുന്നു. മോന്റെ അച്ഛാ. നീ എന്നെ നായിന്റെ മോനെ എന്നല്ലേ വിളിച്ചു? അങ്ങനെ എന്ത് വേണമെങ്കിലും വിളിച്ചോ. അവരൊക്കെ പഴയ ആൾക്കാരാ, ഒന്നും മനസ്സിൽ വെച്ച് പറയുന്നതല്ല. പിന്നെ നമ്മുടെ മോന്റെ പിതൃത്വത്തെ പറ്റി പറഞ്ഞ എനിക്ക് സഹിക്കോ? നീ അത് വിട്ട്. എന്റെ മോനാണെന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടല്ലോ. അത് ശരി. എന്താ നീ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞു? അവിനാശ് അശോകിന്റെ മോനാണെന്ന് എനിക്ക് ഉറപ്പില്ലെന്ന് പറഞ്ഞത് നിനക്ക് സംശയമുണ്ടോ? സംശയിക്കണ്ടടി, ഇത് തന്നെ തന്നെയാ. ആണോ? എന്ത് സംശയം? അച്ഛന്റെ സംസാരം കേട്ടപ്പോ നിനക്ക് സംശയമായോ? അച്ഛാ, ചതിക്കല്ലേ. എടീ, നിന്റെ മനസ്സ് വിഷമിച്ചെങ്കിലേ ഞാൻ സോറി പറയും. അല്ലെങ്കിൽ വേണ്ട, എല്ലാവരുടെ സംശയവും ഞാൻ ഇപ്പൊ തീർത്ത്. അച്ഛാ, അമ്മേ, ഓ, ഇവിടെ വന്നേ. ഞാൻ ജനിച്ചപ്പോഴേ ആ. എന്റെ പുറകിൽ
വെള്ള വട്ടത്തിലൊരു അടയാളം ഉണ്ടായിരുന്നില്ലേ? കൊണ്ടുപോനെ അത് നിന്റെ ഭാഗ്യച്ചിലവാ. നമ്മുടെ കാണാത്തൊരു മറുകൊണ്ടെങ്കിലേ അത് ഭാഗ്യമാണെന്നാ പറയുന്നത്. അതുകൊണ്ടല്ലേ നീ കോടീശ്വരനായത്. ആണല്ലോ. ദാ, ഇവിടെ വാ. കുരുങ്ങിയേക്കണം. ദേ, അതുപോലൊരു അടയാളം എന്റെ മോന്റെ ദേഹത്തുല്യം നോക്കിയേ. കൊണ്ടല്ലോ, ഇവൻ നിന്റെ മോൻ തന്നെ. സംശയമില്ല. അപ്പൊ നീ പോ. ഈശ്വര, ജനിച്ചപ്പോഴേ ഇവന് ഇങ്ങനൊരു ISI മാർക്ക് കൊടുത്തേക്ക് നന്ദിയുണ്ട്. ഇനിതാ നീ ഹാപ്പി അല്ലേ മോനെ? ISI മാർക്കില്ലാത്തൊന്നും അച്ഛൻ ബിസിനസ് ചെയ്യില്ലാന്ന് മോനും മനസ്സിലായില്ലേ? ഇനി നീ പോയി അതെടുത്തോണ്ട് വാ. അച്ഛനും അമ്മയ്ക്കും ഞാൻ സ്പെഷ്യൽ സാധനം കൊണ്ടുവരാം. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാ. അതിന് പേരില്ലേ? അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കൊച്ചുമോന്റെ പേരൊന്ന് മാറ്റണം, അല്ലേ അമ്മേ? ശരിയാ. ഈ അവിനാശ് എന്നുള്ള പേര് ലക്ഷണം കണ്ട പേരാ. ലേറ്റസ്റ്റ് പേരാണത്. ഒരു അശ്ലീലം പിടിച്ച പേരാണ്, മാറ്റണം. മാറ്റാം. ഞാൻ പറയാം. കുട്ടിശങ്കരൻ. കുട്ടിശങ്കരൻ, കുട്ടിശങ്കരൻ, കുട്ടിശങ്കരൻ. ആനക്കിടുന്ന പേരേ. കണ്ടാ പേര് ഇഷ്ടപ്പെട്ട് ചിരിക്കുന്നത് കണ്ടില്ലേ? കള്ളൻ. അവിനാശ് എന്ന പേര് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അശോകിന്റെ പേരിലെ ആദ്യാക്ഷരമായ ആയി ഇനി ഇതയിലെ നീയും എടുത്താണ് അവിനാശ് എന്ന് പേരിട്ടത്. അച്ഛന്റെയും അമ്മയുടെയും പേരിന്റെ ആദ്യാക്ഷരം എടുത്താ ഇന്ന് മക്കൾക്ക് പേരിടുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ അമ്മണിയെ, നമ്മളെ കിണറ്റിൽ വീണ് മരിച്ചവന്റെ പേരെന്തായിരുന്നു? മൈത്രേയൻ. ആ മൈ എടി, ആ കിണറ്റിൽ വീണ് മരിച്ച കോങ്കണ്ണൻ കൃഷ്ണൻ. കൃഷ്ണൻ. നിന്റെ പേര് കൃഷ്ണനെന്നും ഇവിടെ പേര് മീനാക്ഷി എന്നും ആയിരുന്നെങ്കിൽ കൃഷ്ണന്റെ കൃയും മീനാക്ഷിയുടെ മീ ചേർത്ത് ഈ കുഞ്ഞിനെ നിങ്ങൾ എന്ത് വിളിക്കുമായിരുന്നു? എന്ത് വിളിക്കും? കൃമി. അത് നിങ്ങൾ കിടക്കിടക്കുണ്ടാവുന്ന അസുഖമല്ലേ? ഡാഡി, ഗ്രാൻഡ് കൗണ്ടറിന്റെ ഉസ്താദാ. അമ്മണിയെ, ചെറുക്കൻ പറഞ്ഞതുപോലെ മനസ്സിലായ മുട്ട തെറിയാണ്. അന്യായ കോമഡി ആട്ടോ. നമ്മൾ പൊളിച്ചടുക്കും. ഗ്രാൻഡു ഏലക്കായും. ഇവൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛാ, ഗ്രാൻഡ്പ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ അപ്പുപ്പ അമ്മുമ്മേന്നാ. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് വിളിച്ചാ പോരെ. ഞങ്ങൾ അവനെ അങ്ങനെയാ വളർത്തിയത്. ഞങ്ങളെ ഡാഡി മമ്മി എന്ന് വിളിക്കണമെന്നേ എന്റെ ഡാഡിക്ക് നിർബന്ധമുണ്ട്. അതാരാ ആ താടി? വിനീതയുടെ അച്ഛൻ ബാലഗോപാലകൃഷ്ണൻ, കോടീശ്വരനാ. ആരാണെന്താ എന്തുണ്ടാട്ടെന്താ സ്വന്തം അച്ഛനെ അമ്മയും അച്ഛാ അമ്മേ എന്ന് വിളിക്കാൻ പഠിപ്പിക്കാത്തത് വിവരക്കേടല്ലേ? അയാൾ ഏത് കുമ്പത്തെ കോടീശ്വരനായിരുന്നാലും ശരി, എന്റെ മോൻ കുഞ്ഞന്റെ മോൻ നിന്നെ അച്ഛ എന്നും ഇവിടെ അമ്മ എന്നും വിളിക്കണം. പരിഷ്കാരങ്ങൾ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെയാണെങ്കിലേ നമ്മുടെ മോനെ ഇവര് 19ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകും. ഡിജിറ്റൽ ഇന്ത്യ എന്താണെന്ന് അറിയാത്തവരാ 90കളുടെ തുടക്കത്തിലേ ഇവിടുന്ന് പോയവർ. നമുക്ക് ആ കാലവും അറിയാം, ഈ കാലവും അറിയാം. അപ്പൊ നമ്മൾ വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ എന്റെ ഡാഡിയെ പറ്റി അനാവശ്യം പറഞ്ഞ എനിക്ക് സഹിക്കില്ല. അച്ഛാ, അമ്മേ. കണ്ടോ ഇങ്ങനെ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. എനിക്ക് അപ്പൂപ്പനെ അമ്മുമ്മയെ ഒത്തിരി ഇഷ്ടമായി. അതെ, രണ്ടുപേരും ഏതെങ്കിലും ബ്യൂട്ടി പാർലർ സ്പായിലോ കൊണ്ടുപോയി ആ നഖമൊക്കെ വെട്ടി നെയിൽ പോളിഷ് ചെയ്യണം. ഈ അവിഞ്ഞ വേഷമൊക്കെ ഒന്ന് മാറ്റണം, മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരണം. ആരെങ്കിലും ചോദിച്ചാൽ അച്ഛനും അമ്മയാണെന്ന് പറയണ്ടേ? എന്റെ വിനീത, ജീവിതത്തിന് മുഖത്തൊരു പൗഡർ പോലും ഇടാത്തവരാ. ഇവരെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയ കണക്കായി. അതുകൊണ്ടല്ല ഈ കുന്ത്രാണ്ടം വെക്കേണ്ടി വന്നത്. അത് കമ്പ്യൂട്ടർ നോക്കിട്ടാ. ആവശ്യമില്ലാത്തവർക്ക് നോക്കാൻ നിങ്ങളാണ് പറഞ്ഞത്. കമ്പൗണ്ടർ. അച്ഛനും അമ്മയും വന്നാ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്നല്ലേ താൻ പറഞ്ഞത്? ഇത്രയൊക്കെ അപകടമായിരിക്കുന്നു ഞാൻ വിചാരിച്ചോ? എന്റെ ഡാഡിയെ പോലെ ഡീസന്റ് ആയിരിക്കുന്നല്ലേ ഞാൻ കരുതിയത്. ഈ ലോകം ഇങ്ങനെയൊക്കെ മാറുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയവരാ. പുതിയ കാലത്തെ കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി സർവീസ് ചെയ്ത് കൊണ്ടുവന്നാ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. വേഷമൊക്കെ മാറ്റാം, പക്ഷെ സംസാരത്തിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ലേ? അവിനാശേ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടാ നിന്നെ ഇപ്പൊ പുതിയ കോഴ്സിന് ചേർത്തത്. അശോകേ, ഒന്നും പറയാനില്ലേ? മോനെ, പോയിരുന്ന് പഠിക്ക്. ഒരു മിനിറ്റ് പോലും പാഴാക്കി കളയരുത്. നിന്റെ കോഴ്സ് മാസ്റ്റർ ഓഫ് ഫോറിൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ലോക വ്യാപാരത്തെ കുറിച്ച് വിശദമായി പഠിക്കാൻ അച്ഛൻ ജീവിച്ച സാഹചര്യത്തിലല്ല
നാളെ നീ ജീവിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞതല്ലേ എനിക്കിഷ്ടം ഹിസ്റ്ററിയാണെന്ന്. നാളെ നമ്മുടെ ബിസിനസ് ഒക്കെ നോക്കി നടത്തേണ്ടത് നീയാണ്. അത് ഈ രാജ്യം മാത്രം നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. അച്ഛനതൊക്കെ പഠിച്ചിട്ടാണോ ഇത്രയും വലിയ ആളായത്? എന്നിട്ടും ഈ സിറ്റിയിലെ നമ്പർ 1 ബിസിനസ്മാൻ ആയില്ലേ? എന്തുകൊണ്ടാ? അച്ഛൻ അതിനുള്ള സ്കില്ല് ഉള്ളതുകൊണ്ടാ. എനിക്ക് ലോക ചരിത്രവും മനുഷ്യ ജീവിതവും പഠിക്കാനാണ് ഇഷ്ടം. ഈ കോഴ്സ് നിങ്ങൾ എന്റെ തലയിൽ കെട്ടിവെച്ച നിങ്ങളുടെ മാത്രം സ്വപ്നമാണ്. ഇതുപോലെയുള്ള പച്ച മനുഷ്യരുടെ മനസ്സും മണ്ണിന്റെ മണമുള്ള ജീവിതവും പഠിക്കാനാ എനിക്കിഷ്ടം. ഇവരിവന് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ. നീ പഠിക്കാൻ ഞങ്ങൾ നിർബന്ധിച്ചിരുന്നു. നീ മാഷാവുമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ നീ ഇപ്പൊ അതിലും വലിയ ആളായില്ലേ? ചുമ്മാ ആക്ടിങ്ങാ. കുഞ്ഞാ താരാട്ടിനീളം കടലാഴം പോലും കൈത്തോടായി മാറ്റി തീർക്കും വൈഭവം. ഇരുളല നീളും നേരം എരിതീനാളം പോലെ അതിലച്ഛൻ